എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ടാൻജൻസ് അതായത് തൊടുവരകൾ എന്ന ചാപ്റ്ററിലെ അടുത്തൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേഗം ഞാൻ ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് ഒരു തിയറം പ്രൂവ് ചെയ്യാണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. The picture shows the tangents at 2 points on a circle and the radii through the point of contact. രണ്ട് ടാൻജന്റ് തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. റേഡിയസിന്റെ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ രണ്ട് ടാൻജന്റ്സ് വരച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഒന്ന് പി എ, ഒരു ടാൻജന്റ് പി എ ആണ്, വേറെ ടാൻജന്റ് പി ബി ആണ്, സെന്റർ ഒ എന്ന് കൊടുത്തു. ഇതെന്താണ്? രണ്ടും റേഡിയസ്, ആരം. 3 ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാണ്ട് കേട്ടോ. ഒന്നാമത്തെ എന്താ അറിയോ? പ്രൂവ് ദാറ്റ് ദ ടാൻജന്റ്സ് ഹാവ് ദി സെയിം ലെങ്ത്. ദാറ്റ് വി ഹാവ് ടു പ്രൂവ്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? PA is equal to PB. PA equal to PB എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ പ്രൂഫ്. ഒന്നാമത് പ്രൂവ് ചെയ്യാനുള്ളത്. രണ്ടാമത് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ അറിയോ? പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദി സെന്റർ ആൻഡ് ദി പോയിന്റ് വേർ ദി ടാൻജന്റ്സ് മീറ്റ്. ടാൻജന്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റും സെന്ററും തമ്മിൽ വരയ്ക്കുന്ന ഈ ലൈൻ എന്ത് ചെയ്യണോ? ബൈസെക്ട് ദി ആംഗിൾ ബിറ്റ്വീൻ ദി റേഡിയൈ. റേഡിയസിന് ഇടയിലുള്ള ഈ ആംഗിൾ ബൈസെക്ട് ചെയ്തു. അതായത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ആംഗിൾ ഏതാ? ആംഗിൾ AOP. ആംഗിൾ AOP ഈക്വൽ ടു ഈ ആംഗിൾ ഏതാ? ആംഗിൾ BOP. BOP. ഇത് രണ്ടും നമുക്ക് ഈക്വൽ ആണ്. ഈ രണ്ട് കൺസെപ്റ്റുകൾ നമുക്ക് പ്രൂവ് ചെയ്യണം. അത് കൂടാതെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ രണ്ട് സൈഡ്സ് ഒക്കെ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആംഗിൾസ് പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താ ചെയ്യാറ് എപ്പോഴും? യെസ്, ആ സൈഡ്സും ആംഗിൾസും ഉൾക്കൊള്ളുന്ന ട്രയാംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? ട്രയാംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ ട്രയാംഗിൾസിന്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഏതൊക്കെ ട്രയാംഗിളാണ് കൺസിഡർ ചെയ്യണേ? കൺസിഡർ ട്രയാംഗിൾ OAP ആൻഡ് ട്രയാംഗിൾ OBP. ട്രയാംഗിൾ OBP. ഈ രണ്ട് ട്രയാംഗിൾസിലും എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ നോക്കാം. നോക്കൂ, ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ് അല്ലേ? ഈ റേഡിയസും ടാൻജന്റ്സും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്താന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. അതേപോലെ തന്നെ ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ ഒന്നാമത്തെ അതന്നെ എഴുതാം. ആംഗിൾ OAP ഈക്വൽ ടു ദിസ് ആംഗിൾ OBP that's equal to 90 degree. രണ്ടാമത്തെ നിങ്ങൾക്ക് എന്താ അറിയാം? നോക്കിയേ, ഇത് രണ്ടും എന്താണ്? സർക്കിളിന്റെ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ എന്ത് പറയാം? OA ഈക്വൽ ടു OB. റീസൺ എന്താണ്? റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ അല്ലേ? ഇനി മൂന്നാമത്തെ ഒരു സൈഡ് ഇതാ OP എന്ന് പറയുന്നത് രണ്ട് ട്രയാംഗിളിലും കോമൺ ആയിട്ടുള്ള ലൈനാണ്. OP ഈക്വൽ ടു OP, ദാറ്റ് ഈസ് കോമൺ സൈഡ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് അറിയാം. അപ്പൊ അത് 90യുടെ ഓപ്പോസിറ്റ് ലൈനിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസും വൺ സൈഡും വേറെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസിനും വൺ സൈഡിനും ഈക്വൽ ആണെങ്കിൽ these two triangles are equal. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. That is എന്ത് പറയാം? ട്രയാംഗിൾ OAP ഈക്വൽ ടു ട്രയാംഗിൾ OBP. റീസൺ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. യെസ്, ഹൈപ്പോട്ടന്യൂസും റൈറ്റ് ആംഗിൾ ആണ്, ഹൈപ്പോട്ടന്യൂസും സൈഡ്. RHS തിയറം എന്നൊക്കെ ഷോർട്ട് ഫോം ആയിട്ട് പറയാം വേണമെങ്കിൽ. അപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസും ഒരു സൈഡും വേറെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസിന് ഒരു സൈഡിനും ഈക്വൽ ആണെങ്കിൽ ട്രയാംഗിൾസ് ആർ ഈക്വൽ. ട്രയാംഗിൾസ് ഈക്വൽ ആയാൽ എന്താ പ്രത്യേകത? എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്തായാലും പ്രൂവ് ചെയ്യേണ്ടത് ഒന്നാമത്തത് യെസ്, PA is equal to PB എന്ന് കിട്ടിയല്ലോ. കാരണം ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. therefore എന്ത് പറയാം? PA ഈക്വൽ ടു PB എന്ന് പറയാം. ഇനി രണ്ടാമത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ എന്താ? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന്. വളരെ ഈസിയാണ്. കാരണം ട്രയാംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അപ്പൊ ഈ സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ എഴുതാൻ വളരെ ഈസിയായി. ആംഗിൾ POA അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ആംഗിൾ AOP ഈക്വൽ ടു ആംഗിൾ BOP. അതാണ് നമുക്ക് രണ്ടാമത് പ്രൂഫായിട്ട് പറഞ്ഞിട്ട് രണ്ടാമത് നമുക്ക് തെളിയിക്കേണ്ടത് അതാണ്. അപ്പൊ ആദ്യം രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി, അതായത് ടാൻജന്റ്സ് ആർ ഈക്വൽ എന്ന് കിട്ടി.
രണ്ടാമത്തത് ഇതിന്റെ ഇടയിലുള്ള ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി മൂന്നാമത് ഒന്നും കൂടി തെളിയിക്കേണ്ടതിൽ അതെന്താ അറിയോ, അത് ടെക്സ്റ്റ് ബുക്കിനുണ്ട്. ഇവിടെ നിന്ന് ഇവിടേക്ക് എന്ത് വെച്ചിരിക്കുക, ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, ഈ ലൈൻ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് പ്രൂവ് ചെയ്യണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, അതായത് ഇത് ഈക്വൽ ആണ് പ്രൂവ്. ഇപ്പൊ എം എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, AM = MB എന്ന് പ്രൂവ് ചെയ്യണം. കൂടാതെ ഇത് പെർപെൻഡിക്കുലർ 90 ആണെന്ന് കൂടി പ്രൂഫ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഏതൊക്കെയാ, OAM and OBM. ട്രയാങ്കിൾ OBM. ഈ രണ്ട് ട്രയാങ്കിളിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുക, നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. ഒന്ന് OA = OB, OA = OB എന്ന് പറയാം. രണ്ടാമത് എന്ത് പറയാം, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഏതൊക്കെയാ, AOP പറഞ്ഞു, അത് തന്നെയാണ് പിയിലുള്ള വരയിൽ തന്നെയാണ് M. അപ്പൊ എന്ത് പറയാം, AOM = BOM, ആംഗിൾ BOM. അപ്പൊ രണ്ടെണ്ണായി. ഈ മൂന്നാമത്തെ നോക്കൂ, OM എന്ന് പറയാം. OM = എന്താണ്, OM കോമൺ സൈഡ് ആണ് അല്ലേ. സോ ടു സൈഡ്സ് ദിസ് ഇൻക്ലൂഡഡ് ആംഗിൾ. നോക്കുക, two sides included angle of one triangle is equal to, okay, two sides included angle of another triangle, then these two triangles are equal. ഏതൊക്കെയാ, OAM = triangle OBM. ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് എന്ത് പറയാം, two sides included angle, that is SAS theorem എന്ന് പറയാം അല്ലേ. രണ്ട് സൈഡും അവ ചേരുന്ന കോണും ആംഗിളും, ത്രികോണത്തിന്റെ രണ്ട് സൈഡും അവ ചേരുന്ന ആംഗിളും വേറെ ട്രയാങ്കിളിന് ടു സൈഡ്സിലും ചേരുന്ന ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. എല്ലാം നമ്മൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്നിലെ കൺസെപ്റ്റുകളാണ് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. യെസ്, അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആയി. അപ്പൊ ഏത് ഈക്വൽ ആയി, therefore AM = BM എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ബൈസെക്ട് എന്ന് മനസ്സിലായി. വെറുതെ ബൈസെക്ട് ചെയ്താൽ പോരാ, നമുക്ക് എന്ത് വേണം, these are perpendicular bisectors, that is ഇവിടുത്തെ ആംഗിൾ 90 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനെങ്ങനെ 90 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നോക്കൂ. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണോ, ഏത് ആംഗിള്, ആംഗിൾ OMA = OMB. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഈക്വൽ ആവാൻ കാരണം, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവാൻ എന്താ കാരണം, കാരണം എന്താ, ഒന്നുമില്ല, ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ് പ്രൂവ് ചെയ്തു, ട്രയാങ്കിൾസ് ആർ ഈക്വൽ, then ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ. സോ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഈ ആംഗിളിന്റെ സം എത്ര, ഇത് ടോട്ടൽ എത്രയാണെന്ന് കണ്ടിട്ട് എന്താ തോന്നണേ, ലീനിയർ പെയർ അല്ലേ. OAM ഉം OMB യും ആഡ് ചെയ്താൽ 180 എന്ന് കിട്ടും. കാരണം ദിസ് ഈസ് എ ലീനിയർ പെയർ അല്ലേ, രേഖീയ ജോഡിയാണ്. അപ്പൊ ടോട്ടൽ 180 ആണ്. These two angles are equal. The sum is 180. So each angle is 90 degree. Therefore angle OMA = angle OMB is equal to 90 degree എന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടും എന്തായി, 90 ആയി. 90 ആയാൽ ഇത് രണ്ടും, അതായത് OM ഉം AB യും എന്തായി, that is OM perpendicular to AB ആയി അല്ലേ. അപ്പൊ OM ഉം AB യും പെർപെൻഡിക്കുലർ ആയി. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്തു. അതാണ് അതിന്റെ മൂന്നാമത്തെ പ്രൂഫ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിന്റെ പ്രൂഫ് വരുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലേറ്ററൽ വിത്ത് സൈഡ്സ് ആസ് ദി ടാൻജൻസ്. സൈഡ്സ് ഒക്കെ ടാൻജന്റ് ആയിട്ടുള്ള ഒരു ക്വാഡ്രിലേറ്ററൽ ആണ്. അറ്റ് ദി എൻഡ്സ് ഓഫ് എ പെയർ ഓഫ് പെർപെൻഡിക്കുലർ കോഡ്സ്. യെസ്, ഈ കോഡ്, ഒരു കോഡ് AB എന്ന് പറയുന്ന ഒരു കോഡാണ്, CD എന്ന് പറഞ്ഞ വേറെ കോഡാണ്. ഈ രണ്ട് കോഡ്സ് എന്താണ്, പെർപെൻഡിക്കുലർ കോഡ്സ് ആണ്. 90 ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. സെന്ററിലൂടെയാണെന്ന് പറഞ്ഞിട്ടില്ല, പെർപെൻഡിക്കുലർ കോഡ്സിനെ പറഞ്ഞിട്ടുള്ളൂ. And the pair of perpendicular chords of a circle is cyclic. അതായത് ഇത് സൈക്ലിക് ആണ്. ഈ ക്വാഡ്രിലേറ്ററൽ എന്താണ് പ്രൂവ് ചെയ്യണം, സൈക്ലിക് ആണ് പ്രൂവ് ചെയ്യണം. അതായത് ഇങ്ങനെ സർക്കിൾ വരയ്ക്കാൻ പറ്റണം എന്ന് പ്രൂവ് ചെയ്യണം. See the problem 7 in this section. Chord, angle and arc of chapter circles. ആ സർക്കിൾസിന്റെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അവിടെ ചാപ്റ്ററില് ക്വസ്റ്റ്യൻ നമ്പർ 7 പറഞ്ഞിട്ടുള്ള എന്താ, ഒരു സർക്കിളിന്റെ ഉള്ളില് രണ്ട് കോഡ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് അതായത് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ടു കോഡ്സ് AB യും CD യും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ കോഡ്സ് ഉണ്ടാക്കുന്ന ആർക്ക്, അതായത് ഒരു ആർക്കാണ് ഈ BD, വേറെ ആർക്കാണ് CA.
ഈ സി എ പ്ലസ് സി ഡി, ആർക്ക് സി എയും ആർക്ക് ബി ഡിയും തമ്മിൽ ആഡ് ചെയ്താൽ ഹാഫ് ദി സർക്കിൾ കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് സർക്കിളിന്റെ ഹാഫ് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ സമ്മ് 180 ഡിഗ്രി കിട്ടും. നമ്മൾ അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൂഫ് നമ്മൾ ഇനി ഇവിടെ വീണ്ടും എഴുതണ്ട. അപ്പൊ അത് അങ്ങനെ പ്രൂവ് ചെയ്ത് ഓർക്കുന്നുണ്ടോ, ഇത് സെന്റർ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വരച്ചിട്ടുണ്ടാവും. ഈ ആംഗിൾ എക്സ് എടുത്തിട്ടുണ്ടാവും. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇത് y എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടാവും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ പ്രൂഫ് നമുക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട. നോക്കൂ, ഇതാണ് സെന്റർ. ഈ സെന്ററിൽ ഇതാ ഈ ആർക്ക് എ ഡി ജോയിൻ ചെയ്ത് കിട്ടുന്ന ഈ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി എന്ന് എടുക്കുക. അപ്പൊ ഇത് രണ്ടും എന്താണ്, റേഡിയസ് ആണ്. ഇതിപ്പോ പി ക്യു ആർ എസ്. യെസ്, പി എയും പി ഡിയും എന്താ, പി ഡി ആൻഡ് പി എ അത് രണ്ടും ടാൻജൻസ് ആണ്. ഇത് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് ടാൻജൻസ് ആണ്, ഇത് രണ്ട് റേഡിയസ് ആണെങ്കിൽ ഈ ആംഗിളും സപ്ലിമെന്റ് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ എന്ത് വരും, 180 മൈനസ് എക്സ്. അതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് y എടുക്കാന്ന് വിചാരിച്ചു. ഇത് y ആണെങ്കിൽ ഇത് രണ്ടും റേഡിയസ് ആണ്. സി ആർ അതുപോലെ ആർ ബി ഇത് രണ്ടും എന്താണ്, ടാൻജന്റ് ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ ഈ വൈയും സെന്ററുമായിട്ടുള്ള ആംഗിൾ ആണ് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പെർപെൻഡിക്കുലർ കോഡ്സ് എന്നുള്ളത് കൊണ്ട്. ഇവിടെ സെന്റർ ആംഗിൾ എത്രയാണ്, y ആണ്. ഈ വൈയും ഇതും കൂടി ആഡ് ചെയ്താൽ സപ്ലിമെന്ററി കിട്ടും. അപ്പൊ ഇത് y ആണെങ്കിൽ എന്ത് വരും, 180 minus y. So angle P is equal to 180 minus x. Angle R is equal to 180 minus y. ഇനി എന്താണ് സർക്കിൾസിലെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്, ഈ സെൻട്രൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള അല്ലെ, ഇത് എക്സ് ആണ്. അതായത് ഈ ആർക്ക് ഏതാ എ ഡി, അതിന്റെ സെൻട്രൽ ആംഗിൾ എക്സ്. ഈ ആർക്ക് ഇതാ ബി സി ബി, അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാ വൈ. അതിന്റെ സമ്മ് 180 ആണ്. നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. അത് വെറുതെ എഴുതിയതല്ല, സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ പ്രൂഫ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട. വി നോ ദാറ്റ് യെസ് ആംഗിൾ എക്സ് പ്ലസ് ദിസ് ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. ഇനി ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തോളൂ. വാട്ട് ഈസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ, എന്താ കിട്ടുക, 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് വൈ. 180 മൈനസ് വൈ ദാറ്റ്സ് ഈക്വൽ ടു 180 ആഡ് ചെയ്താൽ 362 അല്ലേ. മൈനസ് എക്സ് മൈനസ് വൈ ദാറ്റ്സ് ഈക്വൽ ടു 360 മൈനസ് രണ്ടെണ്ണം ഔട്ട് സൈഡ് എടുത്താൽ എക്സ് പ്ലസ് വൈ ദാറ്റ്സ് ഈക്വൽ ടു 360 മൈനസ് എക്സ് പ്ലസ് വൈ എത്രയാ, 180 ആണ്. 360 180 പോയാൽ 180. അപ്പൊ ആംഗിൾ പിയും ആംഗിൾ ആറും ആഡ് ചെയ്താൽ 180 എന്ന് കിട്ടും. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, പി ക്യു ആർ എസ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്താ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എങ്ങനെ പ്രൂവ് ചെയ്യുക, സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ 180 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്താൽ സൈക്ലിക് ആയി. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ 180 എന്ന് കിട്ടിയല്ലോ. സോ പി ക്യു ആർ എസ് ഈസ് സൈക്ലിക്. അതാണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇനി അതിൽ രണ്ട് ക്വസ്റ്റ്യൻ കൂടി അഡീഷണൽ ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയാം. അടുത്ത് പറയുന്നത് എന്താ, ഇവിടെ രണ്ട് കോഡ്സ് വരച്ചത് എ ബി സി ഡി, രണ്ട് പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ എന്തല്ല, റേഡിയസ് ഡയാമീറ്റർ ആയിട്ടല്ല വരച്ചിരിക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കണം അല്ലേ. പക്ഷെ ഇവിടെ എന്താ വരച്ചിരിക്കുന്നത്, വീണ്ടും രണ്ട് എ ബി സി ഡി രണ്ട് കോഡ്സ് തന്നെയാണ്. പക്ഷേ ആ രണ്ട് കോഡും പെർപെൻഡിക്കുലേഴ്സ് ആണ്. കൂടാതെ അത് രണ്ടും എന്താണ്, ഡയാമീറ്റേഴ്സ് ആണ്. ഡയാമീറ്റേഴ്സും ആണ് പെർപെൻഡിക്കുലറും ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ടാൻജൻസുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന, അപ്പൊ ഇതിന് പി ക്യു ആർ എസിന്റെ പേര് കൊടുക്കാം. പി ക്യു ആർ എസിന്റെ ആ രൂപം, ആ കോർഡിനേറ്ററിന്റെ പേരെന്തായിരിക്കും, പി ക്യു ആർ എസ് ഈസ് എ സ്ക്വയർ. അപ്പൊ പെർപെൻഡിക്കുലർ ആയിരിക്കും, ഡയമീറ്ററും ആയി കഴിഞ്ഞാൽ അതിലെ എൻഡ് പോയിന്റ്സിലൂടെ വരയ്ക്കുന്ന ടാൻജൻസ് ഫോം ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും, ഒരു സ്ക്വയർ ആയിരിക്കും. അതും സൈക്ലിക് ആണ്. ഇതല്ലാതെ വരച്ചപ്പോൾ കിട്ടുന്നതും സൈക്ലിക് ആണ്. പക്ഷെ ഇത് പെർപെൻഡിക്കുലർ ആണ്, ഡയമീറ്റർ അല്ല. ഇനി അതിലൊരു ഒരു കൺസെപ്റ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. അതിന് മൂന്നാമത്തെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. എന്താ അറിയോ, ഒരെണ്ണം കോഡ്, ഒരു കോഡ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുക, വേറെ കോഡ് പെർപെൻഡിക്കുലർ ആയിട്ട് അതിന് വരയ്ക്കുക. ഒരെണ്ണം ഡയമീറ്റർ ആയിരിക്കണം, മറ്റേത് എന്താണ്, ആ കോഡ് ആ ഡയമീറ്റർ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അങ്ങനെ വരുമ്പോ അതിന്റെ ആ എൻഡ് പോയിന്റ്സിലൂടെ വരയ്ക്കുന്ന ടാൻജൻസ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫിഗറിന്റെ പ്രത്യേകത എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് പി ക്യു ആർ എസ്. ശ്രദ്ധിച്ചു നോക്ക്, പി ക്യു ആർ എസിന് എന്തെങ്കിലും പ്രത്യേകത നോക്കൂ. ഇങ്ങനെ ഒരു രൂപമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ.
ആണല്ലോ. പി ക്യു ആർ എസ്. ഈ രൂപം എന്താണ്? ദീസ് ടു ലൈൻസ് ആർ പാരലൽ. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. ഇനി ഈ രണ്ട് ലൈൻസിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ദീസ് ടു ലൈൻസ് ആർ ഈക്വൽ. അപ്പോൾ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, അതർ ടു സൈഡ്സ് ആർ ഈക്വൽ. അതെന്താ സാധനം? That is an isosceles trapezium. ഓക്കെ, അപ്പൊ മൂന്നെണ്ണാണ്. ഒന്നെന്താ പഠിച്ചത്? ഒന്ന് സർക്കിളിന്റെ ഉള്ളില് രണ്ട് ഡയമീറ്റർ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞു? We get a square. ഓക്കെ, രണ്ടാമത്തെ കേസ് ഇപ്പൊ എന്ത് പറഞ്ഞു? ഐസോസിലസ് ട്രപ്പീസിയം ആണ്. ഒന്ന് ആദ്യം പ്രൂവ് ചെയ്തു. എന്താണ് പ്രൂവ് ചെയ്തു? ദാറ്റ് ഈസ് സൈക്ലിക് കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ ഇത് അടുത്തൊരു ടോപ്പിക് ആണ് കോഡ് ആൻഡ് ടാൻജന്റ്. നോക്കൂ, ഇപ്പൊ നമുക്കറിയാം ഒ എ ആൻഡ് ഒ ബി. ഈ ഒ എ ഒ ബി എന്താണ്? റേഡിയസ് അല്ലെ? റേഡിയസ് ആണ്. പി എ ആൻഡ് പി ബി എന്താണ്? ടാൻജന്റ് ആണ്. അപ്പൊ കഴിഞ്ഞ ഒരു ഇതില് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു റേഡിയസുകൾ തമ്മിലുള്ള ഉണ്ടാക്കുന്ന ആംഗിളും ടാൻജൻസിന്റെ ഇടയിലുള്ള ആംഗിൾസും ഇതിന്റെ സം എന്താന്ന് പഠിച്ചു? യെസ്, സപ്ലിമെന്ററി അല്ലെ? ഇതിന്റെ സം 180 എന്ന് പറഞ്ഞു. ഇത് 100 ആണെങ്കിൽ എത്ര വരും? 80 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ കോഡും ടാൻജന്റും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഒരു കോഡ് ഇവിടെ വരയ്ക്കാൻ പോവാ. അതായത് എയും ബിയും ജോയിൻ ചെയ്യാൻ പോവാ. ഇവിടുത്തെ കോഡ് ഏതാണ്? കോഡ് എ ബി. ഈ കോഡും ഈ ടാൻജന്റും തമ്മിൽ വേറെ എന്തോ റിലേഷൻ ഉണ്ട്. അതെന്താ നോക്കാം. അപ്പൊ അത് നമ്മൾ നേരത്തെ പോലെ തന്നെ എക്സാമ്പിളോട് തന്നെ ചെയ്യാം. ഇപ്പൊ ഇത് 80 ആണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് 80. ഈ സെൻട്രൽ ആംഗിൾ എത്ര വരിക? 100. എന്താ കാരണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ സപ്ലിമെന്ററി ആണ് 180 എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ഇനി ഈ രണ്ട് സൈഡ് റേഡിയസ് ഈക്വൽ ആയതുകൊണ്ട് ഇത് എത്ര വരിക? ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പൊ 180 ബാക്കി 80 പോയാൽ ദിസ് ആംഗിൾ ഈസ് 40, ദിസ് ആൾസോ 40. പക്ഷേ ഈ ഒ ബി എന്ന് പറയുന്ന റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാന്ന് നമുക്കറിയാം? 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ? അതിൽ 40 പോയാൽ ഈ ബാക്കി എത്ര ഉണ്ടാവും? ഇത് മാത്രം 50 കിട്ടി. അതേപോലെ ഇത് ബാലൻസ് ഉള്ളത് എത്രയാ? 50. അപ്പൊ 50 50 80 ശരിയായോ? 50 50 100 100 80 180 ആണ്. ഇനി വേറെ കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. ഇത് സെൻട്രൽ ആംഗിൾ 100 ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിളിന്റെ ബാക്കിലേക്ക് നമുക്കൊരു ആംഗിൾ എടുക്കാം അല്ലേ? എന്താ അത്? നമ്മൾ മുമ്പ് വൃത്തങ്ങളുടെ സർക്കിൾസിന്റെ ചാപ്റ്ററിൽ പഠിച്ചാണ്. സെൻട്രൽ ആംഗിൾ 100 ആണെങ്കിൽ അതിന്റെ ഹാഫ് ആയിരിക്കും യെസ് ഈ ബാക്കിൽ ഉണ്ടാക്കുന്ന ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പഠിച്ചു. ക്ലിയർ ആയോ? നോക്കാം, ഒന്നുകൂടി പറയാം. ഇത് 80 ആണെങ്കിൽ ഇത് എത്രയാ? 100. എന്താ കാരണം? 100 80 180 നമുക്കറിയാം. കാരണം റേഡിയക്ക് ഇടയിലുള്ള ആംഗിളും ടാൻജൻസിന്റെ ഇടയിലുള്ള ആംഗിളും ആഡ് ചെയ്താൽ സപ്ലിമെന്ററി ആണ്. അപ്പൊ 80 ആണെങ്കിൽ ഇത് 100. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയാ? ഉറപ്പാണ് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് 50 ഡിഗ്രി. ഓക്കെ, ഇനി അത് കൂടാതെ ഇത് 80 ഇത് 50 50. ഈ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താ? എ പി ബി. അതെന്ത് ട്രയാംഗിളാ? ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ. സോ ദിസ് ഈസ് ആൻ ഐസോസിലസ് ട്രയാംഗിൾ. ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെ ആലോചിച്ച് നോക്കും. അപ്പൊ 80 കഴിഞ്ഞാൽ ബാക്കി 100 ഉണ്ട്. അപ്പൊ ഇത് 50 ഇത് 50 അല്ലേ? അപ്പൊ ഒരു കോഡ് ഉണ്ട്, ഒരു ടാൻജന്റ് ഉണ്ട്. അതിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണല്ലോ 50. ടാൻജന്റ് ദിസ് ടാൻജന്റ് പി ബി ആൻഡ് ദിസ് കോഡ് എ ബി. കോഡിനും ടാൻജന്റിനും ഇടയിലുള്ള ഈ ആംഗിൾ 50 ആണ് അല്ലേ? ആ ആംഗിളും ഈ ആംഗിളും എത്രയാ? ഈക്വൽ ആണ്. ഒന്നുകൂടി നമ്മൾ വേറെ വരച്ച് കാണിച്ചു തരാം. ഒരു സർക്കിൾ വരച്ചു. യെസ്, ഒരു കോഡ് ഏതാണ്? എ ബി എന്ന് വരച്ചു. ഇവിടെ എന്ത് വരച്ചു? ഒരു ടാൻജന്റ് വരച്ചു. ഓക്കെ, പി എന്ന് പറഞ്ഞ ടാൻജന്റ്, പി ബി എന്നുള്ള ടാൻജന്റ്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണല്ലോ ഈ 50 ഡിഗ്രി. ഈ ആംഗിൾ എന്തിന് ഈക്വൽ ആണ്? ഇത് സെന്റർ ആണ്. ഇതാ ഇവിടെ വരയ്ക്കുന്ന ഈ ആംഗിളിന് ഈക്വൽ ആണ്. അപ്പൊ എങ്ങനെയാ അത് പറയാം? യെസ്, ടാൻജന്റിനും കോഡിനും ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഈ കോഡിന്റെ മറ്റേ സൈഡിലുള്ള ആർക്കിൽ അല്ലെങ്കിൽ ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ദിസ് 50 ഡിഗ്രി, ദിസ് ആൾസോ 50 ഡിഗ്രി. ഇനി ഇത് 50 ആണെങ്കിൽ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാലോ. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര വരിക? ഇത് 50 ആണെങ്കിൽ എത്രയാണ്? 100 ഡിഗ്രി. ഒന്നുകൂടി വേറെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ജനറൽ പ്രൂഫായിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് ഇങ്ങനെ വരച്ചു. ഇത് x ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര വരിക? 180 മൈനസ് എക്സ് ആണല്ലോ. ഇത് x ആണെങ്കിൽ ദിസ് 180 മൈനസ് എക്സ്. കാരണം ഇതിന്റെ സമ്മ 180 കിട്ടണം അല്ലേ? ഇവിടെ ഒരു കോഡ് വരച്ചു ഞാൻ. എന്താണ് കോഡ് വരച്ചത്? കോഡിന്റെ പേര് എ ബി എന്നുള്ള കോഡ് വരച്ചു. ഈ ആംഗിൾ കണ്ടുപിടിക്കാം. എ ബി ഇത് പി ആണ്, ഇത് ഒ ആണ്. ഇവിടെ നോക്കി, ഇത് 100 ആണെങ്കിൽ ഇത് 50. അപ്പൊ ഇത് ഇതിന്റെ ഇത് 50 ആകുമ്പോ ഇതിന്റെ ഡബിൾ ആണ് ഇവിടെ അല്ലേ? അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ എന്ത് വരും? ഇത് എക്സ് ആണെങ്കിൽ വരും x/2. ദിസ് x/2. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് നേരെ ബാക്കിലേക്ക് എടുത്തു.
ഇത് x ആണെങ്കിൽ ഇത് എന്ത് വരും x/2. അപ്പൊ x ആണെങ്കിൽ x/2 എന്ന് പറഞ്ഞു. അപ്പൊ ഇത് 2x എടുത്താലോ, ദിസ് ആംഗിൾ 2x ഇതെന്ത് വരും 180 മൈനസ് 2x. ഇത് 2x ആണെങ്കിൽ നേരെ ബാക്കില് അതിന്റെ ഹാഫ് ആണ് x ആണ് അല്ലേ. യെസ്, ഇത് 2x ആണെങ്കിൽ എന്ത് വരും x വരും. അതായത് ഒരു സർക്കിളില് ഒരു കോഡും ഒരു ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിൾ, യെസ്, അതിന്റെ ആ കോഡിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. സോ ദിസ് ആംഗിൾ x, ദിസ് ആൾസോ x. ഓക്കെ, ഇനി അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഞാൻ പറഞ്ഞത്. എന്താണ് സെൻട്രൽ ആംഗിൾ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. x ആണെങ്കിൽ എന്ത് വരും 2x. ഈ കൺസെപ്റ്റ്, ഈ ആശയം ഉപയോഗിച്ച് നമുക്ക് കണക്ക് ചെയ്യാണ്ട് 1-2 കണക്കിന്റെ ടെക്സ്റ്റിൽ ചെയ്തേ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇവിടെ നോക്കൂ, ട്രയാങ്കിൾ ABC, ഒരു ആംഗിൾ 60, ഒരു ആംഗിൾ 40 എന്നിട്ടുണ്ട്. ഈ ആംഗിൾ അറിയില്ല. ആൾസോ ഫൈൻഡ് ആംഗിൾ PQR. പിയും ക്യൂവും ആറും കാണണം. ഇത് 60, ഇത് 40 ആണെങ്കിൽ 100 ആയി. അപ്പൊ ബാലൻസ് ഇത് എത്രയാണ് 80. അത് വേഗം കിട്ടും. ഓക്കെ, ഇനി ഈ ആംഗിൾസ് കണ്ടുപിടിക്കണം PQR. അപ്പൊ നോക്കാം, ഈ സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. എന്നിട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ജോയിൻ ചെയ്യുക. റേഡിയസുകൾ ജോയിൻ ചെയ്ത് വെക്കുക. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ സെന്റർ നോക്കൂ, OPAQ. ഇത് രണ്ടും റേഡിയസ് ആണ്, ഇത് രണ്ടും ടാൻജൻസ് ആണ് അല്ലെ. അപ്പൊ റേഡിയസുകൾക്ക് ഇടയിലുള്ള ആംഗിളും ടാൻജൻസിന്റെ ഇടയിലുള്ള ആംഗിളും കൂടി ആഡ് ചെയ്താൽ സപ്ലിമെന്ററി എന്ന് പഠിച്ചു. അപ്പൊ അത് 60 ആണെങ്കിൽ എത്ര വരും 120. ഇത് 120 ആണ് സെൻട്രൽ ആംഗിൾ എങ്കിൽ ഇതിന്റെ നേരെ ബാക്കിലുള്ളത് എത്ര വരിക 120യുടെ ഹാഫ് അല്ലേ, ദാറ്റ് ഈസ് 60 ഡിഗ്രി എന്ന് വരും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ വരച്ചു വെക്കാം. നോക്കാം, ഇത് 80 ആണെങ്കിൽ ഇത് രണ്ട് റേഡിയസ് ആണ്, ഇത് രണ്ടും ടാൻജന്റ് ആണ്. ഇത് 80 ആണെങ്കിൽ ഇത് എത്ര വരിക 100. അല്ലാതെ ഇതിന്റെ ഡബിൾ അല്ല, അല്ലാതെ ഇതിന്റെ ഹാഫ് അല്ല. കാരണം ശ്രദ്ധിക്കേണ്ടത് റേഡിയസിന് തമ്മിലുള്ള ആംഗിളും ടാൻജൻസിന് ഇടയിലുള്ള ആംഗിളും തമ്മിലുള്ള ആഡ് ചെയ്താൽ എത്ര കിട്ടുക 180 ആണ് കേട്ടോ. അപ്പൊ ഇത് 80 ആണെങ്കിൽ ഇത് 100. ഇത് 100 ആണെങ്കിൽ ഇതിന്റെ നേരെ പുറകിൽ ഇത് എത്ര വരിക, അത് 100 ആണെങ്കിൽ എത്ര വരും 50 ഡിഗ്രി സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഇനി ഇത് 40 ആണെങ്കിൽ നോക്കൂ, ഇത് രണ്ടും ടാൻജന്റ് ആണ്, ഇത് രണ്ടും റേഡിയസ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് 40 ആണെങ്കിൽ എത്ര വരും 140. 40 ആഡ് ചെയ്താൽ 180. ഓക്കെ, ഇത് 140 ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ നേരെ ഹാഫ് ബാക്കിൽ എഴുതാം. അപ്പൊ എത്ര കിട്ടും 70. അപ്പൊ ആംഗിൾ P is equal to 50 ഡിഗ്രി, ആംഗിൾ Q is equal to 70 ഡിഗ്രി, ആംഗിൾ R is equal to 60 ഡിഗ്രി. ഓക്കെ, ഇനി ഇത് പുറമെയുള്ള ആംഗിൾസ് തന്നിട്ട് ഈ ഉള്ളിലത്തെ ആംഗിൾ ആണ് കണ്ടുപിടിച്ചത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നേരെ തിരിച്ചാണ്. ഉള്ളിലത്തെ ആംഗിൾസ് തന്നിട്ടുണ്ട്, പുറമെയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്താൽ മതി. ആദ്യം സെന്റർ മാർക്ക് ചെയ്യുക. ഇതിപ്പോ 80 60 എത്രയാ 140 ഇത് എത്ര വരും അപ്പോ 140 40 180. ഓക്കെ, അപ്പൊ A കിട്ടി. ഇനി നമ്മൾ നേരത്തെ എന്താ ചെയ്ത്, ഓക്കെ ഇതിങ്ങനെ വരയ്ക്കുക, റേഡിയസുകൾ ജോയിൻ ചെയ്യുക അല്ലേ. റേഡിയസുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 40 ആണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ ആണിത്. അപ്പൊ ഇതിന്റെ ഡബിൾ ആയിരിക്കും. 40 ആണെങ്കിൽ ഇത് 80. അത് നമ്മൾ സർക്കിൾസിന്റെ ചാപ്റ്ററിൽ പഠിച്ച കൺസെപ്റ്റ് ആണ് കേട്ടോ. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണല്ലോ ഇത്. അപ്പൊ ഡബിൾ എടുക്കാം. 40 ആണെങ്കിൽ 80. ഇത് 80 ആണെങ്കിൽ ആംഗിൾ ആർ എത്രയാ 100. രണ്ടും കൂടി ആഡ് ചെയ്താൽ 180. ഓക്കെ, വീണ്ടും അടുത്ത് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്തു. ഇത് 60 ആണ്. ഇത് 60 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര വരും 120. ഇത് രണ്ട് റേഡിയസ് ആണ്, ഇത് രണ്ട് ടാൻജന്റ് ആണ്. അപ്പൊ ഇത് 120 ആണെങ്കിൽ ഇത് എത്ര വരും 60. 120 60 180. 80 100 180. ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് 80 ആണ്. ഇത് എത്ര കിട്ടും 160 എന്ന് വരും. 80 ആണെങ്കിൽ 160 ആണെങ്കിൽ എത്ര വരും ബാലൻസ് ഉള്ളത് 20 അല്ലേ. അങ്ങനെ നമുക്ക് ഉള്ളിലത്തെ ആംഗിൾസ് കണ്ടുപിടിച്ചു, പുറമെയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. 3 മാർക്കിനൊക്കെ ചോദിക്കും ആംഗിൾസ് കണ്ടുപിടിക്കാൻ. വളരെ ഈസിയായ കൺസെപ്റ്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് അതേപോലെ ടെക്സ്റ്റ് ബുക്കിലെ വേറെ ക്വസ്റ്റ്യൻ കേട്ടോ. PQRST ഒരു റെഗുലർ പെന്റഗൺ ആണ് പറഞ്ഞിട്ട്. റെഗുലർ പെന്റഗൺ. ഓക്കെ, അതായത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ, 5 സൈഡ്സും ഈക്വൽ ആണ്. നമുക്ക് ആവശ്യം എന്താ അറിയോ, ഈ ടാൻജന്റും ഇതൊരു ടാൻജന്റ് ആണ്, ഇതൊരു കോഡാണ്, PQ എന്നുള്ള കോഡാണ്. ഈ ടാൻജന്റിനും കോഡിനും ഇടയിലുള്ള ഈ ആംഗിൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം അല്ലെ. ഈ ആംഗിളും ഈ കോഡും ഈ ടാൻജന്റ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ, യെസ്, ഈ കോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന
ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് സെയിം ആണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ടാൻജന്റ് കോഡ് എന്നുള്ള കൺസെപ്റ്റിൽ പഠിച്ചു. ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ഇത്. അതിനുവേണ്ടി നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ വളരെ ഈസി ആയിട്ട്. സെൻട്രൽ ആംഗിൾ എങ്ങനെ കിട്ടുക? ഈ സെൻട്രൽ ആംഗിൾ എങ്ങനെയാണ് കിട്ടുക? ഇതെന്താന്ന് പറഞ്ഞാൽ റെഗുലർ പെന്റഗൺ ആണ് അല്ലെ. ഈ റെഗുലർ പെന്റഗൺ ആവുമ്പോ 5 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ടോട്ടൽ 360 ആണ്. 5 ആംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 360 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 72 എന്ന് കിട്ടും. സോ ദിസ് ആംഗിൾ ഈസ് 72. ഇത് 72 ആണെങ്കിൽ എത്രയാ? 36. 72 ആണെങ്കിൽ 36. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 36 ഡിഗ്രി. കാരണം കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഈ കോഡിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഈക്വൽ ആണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാട്ടോ, ഇത് സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും ഇത്. 72 ആണെങ്കിൽ 36 എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, അടുത്തതിൽ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് എ ടാൻജന്റ് ഫ്രം ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് ഉള്ള ഒരു പോയിന്റിൽ സർക്കിളിലേക്ക് എത്ര ടാൻജൻസുകൾ വരയ്ക്കാം? നമ്മൾ ഇതുവരെ പഠിച്ചെന്താ, ഒരു സർക്കിളിലെ ഒരു പോയിന്റില്, സർക്കിൾ ഒരു പോയിന്റ് ആണ് പി എങ്കിൽ ആ പി എന്ന പോയിന്റിലൂടെ നമുക്ക് ഒരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടാൻജന്റ് അറ്റ് എ പോയിന്റ് പി വി ക്യാൻ ഡ്രോ ഓൺലി വൺ ടാൻജന്റ്. ഈ പോയിന്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ടാൻജന്റ് വരയ്ക്കാം. സർക്കിൾ ഒരുപാട് ടാൻജന്റ്സ് വരയ്ക്കാം, പക്ഷേ ഒരു പോയിന്റിലൂടെ ഒരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. സർക്കിളിന്റെ മുകളിലുള്ള ഒരു പോയിന്റിലൂടെ ഒരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലാതെ സർക്കിളിന്റെ ഔട്ട്സൈഡിലെ ഒരു പോയിന്റ് ആണ് സപ്പോസ് പി എന്നുള്ളത് സർക്കിളിന്റെ ഔട്ട്സൈഡിലുള്ള പോയിന്റ് എന്ന് വിചാരിക്കുക. ഈ ഔട്ട്സൈഡ് പോയിന്റ് സർക്കിളിലേക്ക് നമ്മൾ കുറേ ലൈൻസ് എങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇതില് ഏതൊക്കെയാണ് ടാൻജന്റ്? ഇപ്പൊ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് പോകണം അല്ലെ. അത് കൂടാതെ അവിടെ റേഡിയസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് 90 ആയിരിക്കണം. അത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് സർക്കിളിനെ ടച്ച് ചെയ്തിട്ട് എത്ര വരയ്ക്കാൻ പറ്റി? ഇത് ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അടുത്ത ലൈൻ ടച്ച് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അല്ലെ. ഇപ്പൊ പി എ എന്ന് പറയുന്നത് ഒരു ടാൻജന്റ് ആണ്. പിന്നെ പോകുന്നതൊക്കെ സർക്കിളിന്റെ ഉള്ളിൽ കൂടെയാണ്. ഉള്ളിൽ കൂടെ പോയാൽ ടാൻജന്റ് ആവോ? ഇല്ല, സർക്കിളിനെ കട്ട് ചെയ്ത് പോകും അല്ലെ. അങ്ങനെ ഇവിടെ എത്തിയപ്പോ ഒരു പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ബി. അതായത് പി ബി എന്ന് പറയുന്നതും സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ലൈനാണ്. പിന്നെ ഔട്ട് സൈഡിനെ കൂടെ പോയി. അപ്പോ ഉള്ളിൽ കൂടെ പോവാം, ടച്ച് ചെയ്തുകൊണ്ട് പോവാം, ഔട്ട് സൈഡിലൂടെ പോവാം. പക്ഷെ പി എ എന്ന് പറയുന്നതും പി ബി എന്ന് പറയുന്നതും സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് പോയ രണ്ട് ലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൈൻസിനെയും സർക്കിളിനെ എന്ത് പറയാം? ടാൻജൻസ്. ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് ഉള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര ടാൻജൻസ് വരയ്ക്കാം? വി ക്യാൻ ഡ്രോ 2 ടാൻജൻസ്. അപ്പൊ സർക്കിളിലെ ഒരു പോയിന്റിലൂടെ ഒരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. സർക്കിളിന്റെ ഔട്ട്സൈഡ് ഉള്ള ഒരു പോയിന്റിൽ സർക്കിളിലേക്ക് 2 ടാൻജൻസ് വരയ്ക്കാം. അതെങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞത്. അപ്പൊ SLC എക്സാമിന് ചോദിക്കുന്ന കുറെ പിക്ചേഴ്സ് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ അത് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എല്ലാ കൺസ്ട്രക്ഷനും എല്ലാ ചാപ്റ്ററിലെ കൺസ്ട്രക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അത് ഗ്രൂപ്പ് ആക്കിയിട്ട് പറഞ്ഞുതരാം. ഏതെല്ലാം ഗ്രൂപ്പിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ടാൻജന്റ് വരയ്ക്കാൻ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് 4 മാർക്കിന് ചോദിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇന്നലെ ഞാൻ വേറൊരു കൺസ്ട്രക്ഷൻ പറഞ്ഞിരുന്നു അല്ലെ. അത്രയ്ക്കൊന്നും കോംപ്ലിക്കേഷൻ ഇല്ല. എല്ലാ കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ്. ശ്രദ്ധിക്കുക. എന്താണ് പറയുന്നത്? ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 2 സെന്റിമീറ്റർ. എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുമല്ലോ. 2 സെന്റിമീറ്റർ റേഡിയസിൽ എന്ത് വരയ്ക്കാം? ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 2 സെന്റിമീറ്റർ. അപ്പൊ കൺസ്ട്രക്ഷൻ വരയ്ക്കുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ, 2 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്ക് എ പോയിന്റ് പി. എവിടെ? 5 സെന്റിമീറ്റർ എവേ ഫ്രം ദി സെന്റർ. സെന്ററിൽ നിന്നും 5 സെന്റിമീറ്റർ എവേ, 5 സെന്റിമീറ്റർ അകലെ. സെന്റർ ഇത് റേഡിയസ് ആണ് കേട്ടോ. 2 സെന്റിമീറ്റർ റേഡിയസ് ആണ്. ആ സെന്ററിൽ നിന്നും 5 സെന്റിമീറ്റർ അകലെ. ഇവിടെ തന്നെ മെഷർമെന്റ് എടുക്കുക. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? 5 സെന്റിമീറ്റർ. ഇനി എന്താ വേണ്ടത് അറിയോ? ഇതാണ് ഔട്ട്സൈഡ് പോയിന്റ്. ഈ ഔട്ട്സൈഡ് പോയിന്റ് സർക്കിളിലേക്ക് എന്ത് വരയ്ക്കണം? ടാൻജന്റ് വരയ്ക്കണം. അത് വെറുതെ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താ? ടാൻജന്റും റേഡിയസും നമ്മളുടെ ആംഗിൾ എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം അല്ലെ. വെറുതെ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? അങ്ങനെ സ്കെയിൽ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വരച്ചു വെക്കും. അതേപോലെ മുകളിൽ ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇവിടെ റേഡിയസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് 90 ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂല.
ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥ കൺസ്ട്രക്ഷൻ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഇത് ബാക്കി എങ്ങനെ വരയ്ക്കണം നോക്കിക്കോളൂ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഒ പി എന്ന് പറയുന്ന ഒരു ലെങ്ത് ഇതാ 5 സെന്റിമീറ്റർ, അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. മിഡ് പോയിന്റ് കാണാൻ 5 സെന്റിമീറ്റർ ആയതുകൊണ്ട് അതിന്റെ മിഡ് പോയിന്റ് എത്രയാ? 2.5 അല്ലെ, 2 2 5. അങ്ങനെ വേണമെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് 2 മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വരയുടെ മിഡ് പോയിന്റ് കാണാൻ നമ്മൾ എങ്ങനെ പഠിച്ചത്? യെസ്, ഓ എന്നൊക്കെ സെന്ററിൽ ലൈനിൽ വെച്ചിട്ട് മോർ ദാൻ ഹാഫ് എടുത്ത് മുകളിലും താഴെ എന്ത് വരയ്ക്കുക? ആർക്ക് വരയ്ക്കുക അല്ലേ. ഓക്കെ, എന്നിട്ടോ അത് ജോയിൻ ചെയ്യാം. ഇതും കടന്നു പോയിരിക്കുന്നതിന്റെ എത്രയിലായിരിക്കും? ഇത് 2.5 ആണ്, 2.5 ആയിരിക്കും കേട്ടോ. അപ്പൊ കറക്റ്റ് 2.5 മാർക്ക് ചെയ്താലും ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പോ വരച്ച പോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? അപ്പൊ എന്തിനാണ് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? യെസ്, അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് വരയ്ക്കാം? ഇത് റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കാൻ പോകാം. ഓക്കെ, അപ്പൊ എന്തിനാ ഇപ്പൊ സർക്കിൾ വരച്ചത്? എന്താണ് അതിന്റെ ആവശ്യം എന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞു നേരത്തെ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ടാൻജന്റ് വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ഇവിടെ എന്താണ് 90 ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതൊരു സെമി സർക്കിൾ ആണല്ലോ. ഈ ഒ എന്ന പോയിന്റും ഇത് നമ്മൾ ജോയിൻ ചെയ്യാം. പി എ, ഈ ഒ പി എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. ഇതാ ഇത് ജോയിൻ ചെയ്യാം. ഏത്? എ പി. ഏതാണ്? എയും പിയും ജോയിൻ ചെയ്യാം. ഒ എ പി, ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. എന്താ കാരണം? ഈ കാണുന്നത് ഒരു സെമി സർക്കിൾ ആണ് അല്ലേ. യെസ്, അർദ്ധവൃത്തം. ഈ സെമി സർക്കിളിലെ ആംഗിൾ എന്തായിരിക്കും? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. യെസ്, സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ഏതൊരു ട്രയാംഗിളും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. സോ ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പൊ എന്തിനാ ഇപ്പൊ സെമി സർക്കിൾ വരച്ചത്? ഇവിടെ കറക്റ്റ് 90 ഡിഗ്രി കിട്ടാൻ. അപ്പൊ ഈ സർക്കിൾ താഴെ കൂടി വരച്ച പോലെ, താഴത്തു കൂടി വരച്ച എന്തായി? നമുക്ക് രണ്ടാമത്തെ ടാൻജന്റ് കിട്ടും. അപ്പൊ ഇതിവിടെ വരച്ച് അവസാനിപ്പിച്ചേണ്ട, അതിങ്ങനെ അടിയിലേക്കും കൂടി അങ്ങോട്ട് വരയ്ക്കാം. അപ്പോഴോ അവിടെ വരച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? താഴോട്ടൊരു റേഡിയസ് വരയ്ക്കാം. ഇതെന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ ഏതാണ് ഈ ടാൻജന്റ്? പി എ എന്ന് പറയുന്നതും പി ബി എന്ന് പറയുന്നതുമാണ് ടാൻജന്റ്. നമ്മളോട് പറഞ്ഞില്ല എന്താ? ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ റേഡിയസിലെ സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു. മാർക്ക് എ പോയിന്റ് പി 5 സെന്റിമീറ്റർ അവേ ഫ്രം ദി സെന്റർ. 5 സെന്റിമീറ്റർ അകലത്തിൽ മാർക്ക് ചെയ്തു. ഡ്രോ 2 ടാൻജന്റ്സ്, 2 ടാൻജന്റ്സ് വരച്ചു. ഒന്നേതാ? പി എ, ഒന്നേതാ? പി ബി. ആൻഡ് മെഷർ ദി ലെങ്ത്. ഇതിന്റെ രണ്ടിന്റെയും ലെങ്ത് മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ ഒരു പ്രോബ്ലത്തില് എന്താണ്? ടാൻജന്റ്സ് ആർ ഈക്വൽ ലെങ്ത് എന്ന് പ്രൂവ് ചെയ്തു അല്ലേ. അപ്പൊ പി എ ഈക്വൽ ടു പി ബി ആയിരിക്കും. പി എ ഈക്വൽ ടു പി ബി ആയിരിക്കും. നിങ്ങൾ അതിന്റെ ലെങ്ത് എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. ഇതിങ്ങനെ ലെങ്ത് നമുക്ക് എത്ര വേണം നീട്ടി വരയ്ക്കാം. പക്ഷെ ഏതുവരെ മെഷർ ചെയ്യാൻ പാടുള്ളൂ? ഈ സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റ് ഈ പി വരെയുള്ള ലെങ്ത് പി എയും പി ബിയും അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടി വരച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ആദ്യം 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. നേരത്തെ 2 സെന്റിമീറ്റർ ആയിരുന്നു, ഇവിടെ 3 സെന്റിമീറ്റർ ആണ്. എത്ര ആയിക്കോട്ടെ, വളരെ ഈസിയാണ്. നിങ്ങൾ റേഡിയസ് വന്നു കഴിഞ്ഞാൽ സർക്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്തത് എന്താ വേണ്ടത്? മാർക്ക് എ പോയിന്റ് പി 7 സെന്റിമീറ്റർ അവേ അല്ലേ. 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ സെന്ററിൽ നിന്നും 7 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. സെന്റർ ഓ, this P, this point 7 centimeter away from the center of a circle. ഇനി എന്താ വേണ്ടത്? ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക അല്ലെ. ഒ പി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് 7 സെന്റിമീറ്റർ ആണെങ്കിൽ മിഡ് പോയിന്റ് 3.5 ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം? മോർ ദാൻ ഹാഫ് എടുത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഒരാർക്കൂടെ വരയ്ക്കുക, ഒരാർക്കൂടെ വരയ്ക്കുക. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എന്നിട്ടോ ഓക്കെ ജോയിൻ ചെയ്താല് നമുക്ക് എന്ത് കിട്ടും? സെന്റർ കിട്ടും അല്ലേ. ദിസ് ഇസ് ദി സെന്റർ. ഇതിങ്ങനെ വരയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൊത്തം ലെങ്ത് 7 ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് 7ന്റെ പകുതി എത്രയാ? 3.5 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്താൽ സെന്റർ കിട്ടും കേട്ടോ. അവിടെ കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യാ? ഈ എൻഡും കറക്റ്റ് ആക്കിയിട്ട് എന്ത് വരയ്ക്കണം? നേരത്തെ സെമി സർക്കിൾ ആണ് ആദ്യം വരച്ചത്. ഇപ്പൊ അത് വേണ്ട, ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യണോ? ആ സർക്കിൾ ഒരുമിച്ച് അങ്ങോട്ട് വരയ്ക്കുക.
രണ്ട് പ്രാവശ്യമായിട്ടൊന്നും വരയ്ക്കേണ്ട, ഒരുമിച്ച് വരച്ചിട്ട് യെസ് എങ്ങനെയാ ടാൻജന്റ് വരയ്ക്കുക? ഈ രണ്ട് സർക്കിളും ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്, ഒരു പോയിന്റ് ഇവിടെയും ഒരു പോയിന്റ് ഇവിടെയാണ് അല്ലെ, അവിടേക്ക് പി എന്നിൽ നിന്നും എന്ത് വരച്ചാൽ മതി? പിന്ന് യെസ് നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. എത്ര വേണം നീട്ടിക്കോളൂ കേട്ടോ. പക്ഷെ ടാൻജന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏത് വരെ ഉണ്ടാവുള്ളൂ? ഈ സർക്കിള് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് വരെയാണ് ടാൻജന്റിന്റെ ലെങ്ത് കേട്ടോ. നീട്ടി വരച്ചിട്ട് അതൊക്കെ ടാൻജന്റ് അല്ല. ഈ പി എന്ന് പറയുന്ന പോയിന്റിന്ന് ഇതുവരെയുള്ള പോയിന്റ് ആണ് പി എ, ഒരു ടാൻജന്റ്. പിന്ന് ഇത് വരുന്നതാണ് പി ബി, അടുത്ത ടാൻജന്റ്. പി എയും പി ബിയും നിങ്ങൾ മെഷർ ചെയ്യുക. പി എ ഈക്വൽ ടു എന്തായിരിക്കും? പി ബി ആയിരിക്കും. അത് എത്ര സെന്റിമീറ്റർ ആണെന്ന് അളന്ന് എഴുതുക കേട്ടോ. അപ്പൊ ഇത് കൺസ്ട്രക്ഷൻ ആണ്, നിങ്ങൾക്ക് SSC എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റും. വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആണ്, വിട്ടുപോകരുത്. ഓക്കെ.